അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വീഡിയോസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ പുതിയൊരു യാത്ര പോകുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ടൈമായി നമ്മൾ നാട്ടിൽ വന്നിട്ട് ഏകദേശം 1.5 മാസം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ യാത്ര നിങ്ങൾ കണ്ടതാണ്. നമ്മൾ നോർത്തിൽ നമ്മുടെ ഡിയോയിൽ പോയായിരുന്നു. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്ന് പുതിയൊരു വണ്ടി എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പുതിയ യാത്ര എങ്ങോട്ടാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നമ്മൾ ഈ അടുത്തൊരു യാത്രയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ ഈ ഒരു ട്രിപ്പിന് കൊണ്ടുപോകുന്നുണ്ട്, എന്തൊക്കെ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം കാണണം. എല്ലായിടത്തും പോലെ ഇവിടെയും മഴയാട്ടോ. ഉച്ച കഴിഞ്ഞപ്പോൾ സമയം വൈകുന്നേരമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നാളെ ഞാൻ ട്രിപ്പ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കണ്ടോ. അപ്പോൾ ദേ ഇവിടെ കാണാൻ നമ്മുടെ സാധനങ്ങളെല്ലാം നിരത്തി വെച്ചേക്കുന്നത്. ഞാൻ ഓരോരോ സാധനങ്ങളായിട്ട് കാണിച്ചു തരാം. നമ്മുടെ പെട്ടി എല്ലാവർക്കും അറിയാം. പെട്ടി സിൽവർ പെട്ടിയായിരുന്നു, പക്ഷേ അതിൻ്റെ കളറൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മൾ അതിന്മേൽ കുറച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരു ട്രിപ്പിൽ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ ട്രിപ്പ് പോകുന്നതിന് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ട്രിപ്പ് ഇതുപോലെ യാത്ര ചെയ്യാനൊക്കെ ഒരുപാട് പേർക്ക് താല്പര്യമുള്ളവരുണ്ടാകും. അവരൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ് കയ്യിൽ കരുതാറുള്ളത്, എന്തൊക്കെ സാധനങ്ങൾ കയ്യിലുണ്ടെന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ മൊത്തം വലിച്ചു വാരി ഇതേ പുറത്തിട്ടിട്ടുണ്ട് നമ്മുടെ ക്യാമറയും മറ്റ് സാധനങ്ങളെല്ലാം. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ക്യാമറ കാര്യങ്ങൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്. അതേ 2 പവർ ബാങ്ക് ആണ് എൻ്റെ അടുത്തുള്ളത്, 20,000 mAh. നമ്മൾ ഡിയോയ്ക്ക് പോയ ടൈമിൽ നമ്മുടെ ഡിയോൻ്റെ അകത്ത് ചാർജ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഡൽഹിയിൽ വെച്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഹിമാലയത്തിൽ നമ്മൾ ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും റെഡി ആക്കിയിട്ടില്ല. പക്ഷേ അത് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ റെഡിയാക്കും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരും, അങ്ങോട്ടുള്ള വീഡിയോസിലുണ്ടാവും. അപ്പോൾ 2 20,000 mAh പവർ ബാങ്ക് ആണ്. ഇതിപ്പോൾ 2 കൊല്ലമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇത് MIൻ്റെയും അതുപോലെ ഇത് ആംബ്രെയിൻ എന്ന് പറയുന്ന കമ്പനിയാണ്. 2 കമ്പനിയും അടിപൊളിയാട്ടോ. ഒന്നുകൂടെ നല്ലത് MI ആണ്. MIൻ്റെ ഈ ഒരു പവർ ബാങ്കിന് ഏകദേശം 1200-1300 രൂപ കണ്ടാണ് ഓൺലൈനിൽ. അപ്പോൾ ഇത് ശരിക്കും യൂസ്ഫുള്ളാണ്. ഇതും കുഴപ്പമില്ല. 2 നമ്മൾ മാറി മാറി യൂസ് ചെയ്യും. ഒരെണ്ണം ചാർജിലിടും. എവിടെയെങ്കിലും റൂം എടുക്കുമ്പോൾ നമ്മൾ 2 ചാർജ് ചെയ്താണ് കൊണ്ടു നടക്കാറുള്ളത്. അതുപോലെ ഫോൺ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യൽ വളരെ കുറവാട്ടോ. ഇത് എൻ്റെ അടുത്തുള്ളത് ഐഫോണിൻ്റെ 7 ആണ്. നമ്മൾ മാക്സിമം എന്തെങ്കിലും സൂം ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ടത്. ഗോപ്രോയിൽ നമുക്ക് സൂം ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഗോപ്രോ മാത്രമാണ് ക്യാമറയായിട്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം സൂം ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫോണിൽ യൂസ് ചെയ്യാറുള്ളൂ. അതുപോലെ ഒരു ജിയോണീൻ്റെ ഒരു ചെറിയ ഫോണുണ്ട് കേട്ടോ. ഇതിന് ഏകദേശം 4500-5000 രൂപയ്ക്ക് ഉള്ളിലേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ട്രിപ്പിൽ നമ്മൾ ചണ്ഡീഗഡിൽ വെച്ചിട്ട് വാങ്ങിച്ചു. നമുക്ക് ഡ്രോൺ കിട്ടിയപ്പോൾ വാങ്ങിച്ചതായിരുന്നു ഈ ഒരു സാധനം. ഡ്രോൺ പറത്താനും അതുപോലെ നമ്മുടെ വീഡിയോനെ തംബ്നെയിലൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫോൺ വാങ്ങിച്ചതാണ്. മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങി കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ സൗണ്ട് ഉണ്ടാവും. അതുപോലെ നമ്മൾ കഴിഞ്ഞ ട്രിപ്പിൽ നമ്മൾ ഉപയോഗിച്ചത് ഒരു THHൻ്റെ ഹെൽമെറ്റ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞു പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചപ്പോൾ ഹെൽമെറ്റും മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആക്സറിൻ്റെ ഒരു പുതിയൊരു ഹെൽമെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഏകദേശം 5000 രൂപയാണ് ഇതിൻ്റെ വില. ഇതാകുമ്പോൾ നമുക്ക് ഫോഗ് ഫ്രീ ആട്ടോ. ഫോഗ് കാര്യങ്ങളൊന്നും ഇതിനകത്തുണ്ടല്ലോ. മറ്റേത് നമ്മൾ തണുപ്പിൽ വിൻ്റർ ടൈമിലൊക്കെ റൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ശ്വാസം വിടുമ്പോൾ തന്നെ ഫ്രണ്ടിലെ വൈസറിൽ ഫുള്ള് ഫോഗ് കയറി മൂടുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈസർ ഒരു പൊക്കി വെച്ചിട്ടായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് തണുപ്പ് നമ്മൾ ഉള്ളിലേക്ക് കയറും. അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഡബിൾ വൈസറൊക്കെ വരുന്നുണ്ട്. ഇതുണ്ടല്ലേ, നമുക്ക് വെയിലത്തൊക്കെ ഓടിക്കാൻ ഉള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു വിലയ്ക്ക് ആക്സറിൻ്റെ കമ്പനിയിൽ ഏറ്റവും ബേസ് മോഡലാണിത്. അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിച്ചു. അതുപോലെ നമ്മൾ ഇതിൽ ക്യാമറ സെറ്റ് ചെയ്തേക്കുന്നുണ്ടല്ലേ. ക്യാമറ നമ്മുടെ വണ്ടീൻ്റെ വിൻഷീൽഡ് ഒരു പ്രശ്നമായിട്ട് വന്നപ്പോൾ ആണ് എല്ലാവരും ക്യാമറ കുറച്ച് പൊക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ക്യാമറ നമ്മളിങ്ങനെ ഒരു കണക്ടർ വെച്ചിട്ട് പൊക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ മുന്നേ യൂസ് ചെയ്തിരുന്ന GoPro 8 ആട്ടോ. അതുപോലെ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് GoPro Hero 9ലാണ്. അതായത് ഇപ്പോൾ എല്ലാവരും 10 ആണ് വാങ്ങുന്നത്. പക്ഷേ ഞാൻ ഒരു പുതിയ അപ്ഡേറ്റ് ചെയ്തു, ക്യാമറ 9ലേക്ക് മാറി. Hero 9 ആണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് Hero 9ൻ്റെ ചാർജറാണ്. ഒരു 3 ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജറാട്ടോ. 2 ബാറ്ററിയാണ് ഇപ്പോൾ കയ്യിലുള്ളത്. ബാക്കി നമ്മൾ പവർ ബാങ്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ Hero 9 ഏകദേശം 34 രൂപ അത്രയൊക്കെ ഉള്ളൂ മാക്സിമം. ഇപ്പോൾ Hero 10 വന്നപ്പോൾ Hero 9 വില പെട്ടെന്ന് കുറഞ്ഞു. അപ്പോൾ Hero 9ലേക്ക് ഞാൻ മാറി. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ ക്യാമറയൊക്കെ എടുക്കാം. പിന്നെ അതുപോലെ നമ്മുടെ യാത്ര ഇത്ര നീണ്ടു പോകാൻ കാരണമായിരുന്നത് നമ്മുടെ ഡ്രോൺ ആയിരുന്നു. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ട്രിപ്പിൽ നമുക്ക് നമ്മുടെ ഗ്ലാഡ്വിൻ ചേട്ടൻ, മംഗലാപുരത്തുള്ള ഗ്ലാഡ്വിൻ ചേട്ടൻ നമുക്ക് ഗിഫ്റ്റായിട്ട് തന്ന ഡ്രോണാണ്. നമുക്ക് ശരിക്കും യൂസ്ഫുള്ളായിരുന്നു ഈ ഒരു സാധനം നമുക്ക് നമ്മുടെ ട്രാവലിങ്ങിൽ. അപ്പോൾ ഇത് നമ്മൾ മണാലിയിൽ നിന്ന് പറത്തുന്ന ഒരു സാഹചര്യത്തിൽ ഡ്രോണ് ക്രാഷായി താഴെ വീഴുകയും ഇതിൻ്റെ ഫ്രണ്ടിലെ ഗിംബൽ കാര്യങ്ങളെല്ലാം പൊട്ടിപ്പോവുകയും ചെയ്തായിരുന്നു.
അപ്പോൾ ഇത് ഞാൻ അന്നേ നന്നാക്കാൻ കൊടുത്തതായിരുന്നു. നന്നാക്കി ഇപ്പോൾ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തവണ ഇത് ക്രാഷായി വീണിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. അതിൻ്റെ ലീഫെല്ലാം പൊട്ടി തീർന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റ്, പുതിയൊരു സെറ്റ് ലീഫ് വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവിക് മിനി ക്യാമറ തിരിച്ച് കിട്ടിയിട്ടുണ്ട് നന്നാക്കിയിട്ട്. അപ്പോൾ ഇതും നമ്മുടെ കയ്യിലുണ്ട്. കൂടെ അതിൻ്റെ ഒരു 3 ബാറ്ററി. ഇത്രയും നാളിത് പവർ ബാങ്ക് ആയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഡ്രോൺ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 3 ബാറ്ററി ഇതിനകത്തുണ്ട്. ഡ്രോൺ സെറ്റാട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത് ഞാൻ എഡിറ്റ് ചെയ്യുന്നതൊക്കെ ലാപ്പിലാട്ടോ. ഒരു HP-ൻ്റെ ലാപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അഡോബ് പ്രീമിയർ പ്രോയിലാണ് വീഡിയോസ് കാര്യങ്ങൾ എല്ലാം എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രശ്നം. നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റൂം എടുക്കേണ്ട അവസ്ഥയാണ്. കറണ്ട് കാര്യങ്ങളെല്ലാം വേണം. ഫോണിലൊക്കെ എഡിറ്റ് ചെയ്യാൻ ആ ഒരു സംവിധാനമായിരുന്നെങ്കിൽ നമുക്ക് പവർ ബാങ്കിൽ തന്നെ നമുക്ക് ടെൻ്റൊക്കെ അടിച്ച് നിൽക്കുമ്പോൾ എഡിറ്റ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ക്യാമ്പിംഗ് ആണെങ്കിലും നമ്മൾ 2 ദിവസം കഴിഞ്ഞ് റൂം എടുക്കുമ്പോഴേ നമ്മൾ വീഡിയോ കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ലാപ്പിലാണ് എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കേട്ടോ. പിന്നെ കഴിഞ്ഞ ട്രിപ്പിൽ നമുക്ക് ഋഷികേശിൽ വെച്ചിട്ട് നമുക്ക് മലപ്പുറത്തു നിന്ന് വന്ന കുറച്ച് പയ്യന്മാർ ഗിഫ്റ്റായിട്ട് തന്നെയായിരുന്നു ഈ ഒരു ബാഗ് കേട്ടോ. അന്നേരം എൻ്റെ അടുത്തുണ്ടായിരുന്ന ബാഗ് കീറിയത് കണ്ടിട്ട് അവരുടെ അടുത്തുണ്ടായിരുന്നൊരു ബാഗ് തന്നെയാണ്. അപ്പോൾ ഈ ബാഗായിരുന്നു നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ക്യാമറേൻ്റെ സാധനങ്ങളെല്ലാം ഇട്ട് യൂസ് ചെയ്തിരുന്നൊരു ചെറിയ ബാഗാണ്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് നമ്മളിത് ഡെക്കാത്തലോണിൻ്റെ ടീഷർട്ട് ഉണ്ട്, നമ്മുടെ സ്ഥിരം സാധനം ബ്ലാക്ക് ടീഷർട്ട്. അപ്പോൾ ഇതും വാങ്ങിച്ചിട്ടുണ്ട് 2-3 എണ്ണം. അപ്പം ബ്ലാക്ക് തന്നെ ആയിരിക്കും മെയിൻ ഈ സാധനം തന്നെ. അപ്പോൾ ഈ ഒരു ബാഗ് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച ഒരു സാധനമാണ് റൈനോക്സിൻ്റെ ടാങ്ക് ബാഗ് കേട്ടോ. നമ്മുടെ ഹിമാലയൻ വണ്ടീൻ്റെ ടാങ്കിൽ വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ മാഗ്നറ്റാണ്. നമുക്ക് ടാങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരുന്നോളും. മൊത്തം ഇതിനകത്ത് 5 മാഗ്നറ്റ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പവറൊക്കെ കുറഞ്ഞു. ആർക്കെല്ലാം അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇത് വാങ്ങിച്ചപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു പഴയ ബലം ഇപ്പോൾ കിട്ടുന്നില്ല. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 ആഴ്ച നമ്മൾ മഴയത്തെല്ലാം യൂസ് ചെയ്തു. ബാഗ് വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, വാട്ടർ പ്രൂഫ് കവറുണ്ട്, അത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് മാപ്പൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇതിനകത്ത് നമുക്ക് ഫോണൊക്കെ കയറ്റി വെക്കാം. ഇതിനകത്ത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ കുറേ അല്ലറ സാധനങ്ങളാണ്. ഇതിനകത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമുക്ക് ക്യാമറേൻ്റെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം, നമ്മുടെ പവർ ബാങ്ക് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു അറവൂടുണ്ട്. നമുക്ക് ചെറിയ സാധനങ്ങൾ, നമ്മുടെ മെമ്മറി കാർഡ് കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാറ്ററി കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്ക് കൊണ്ട് നടക്കാൻ ഈ ഒരു ബാഗ് മതി. നമുക്ക് ടാങ്കിൽ വെക്കാം. ആവശ്യമുള്ളപ്പോൾ നമുക്കിത് മാഗ്നറ്റ് പിടിപ്പിച്ച് നമുക്ക് എടുത്ത് തോളത്ത് ഇത് നമുക്ക് ഒട്ടിച്ചും വെക്കാം. അതേപോലെ ഇതിനകത്ത് വള്ളിയുണ്ട്, നമുക്കിത് തോളത്തിട്ട് യൂസും ചെയ്യാം. ഏകദേശം 3500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ, റൈനോക്സിൻ്റെ ഈ ഒരു ടാങ്ക് ബാഗിന്. പിന്നെ നമ്മൾ റൈഡിങ്ങിനായിട്ട് വേറെ പ്രത്യേക സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. നമ്മൾ മണാലിയിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ ഷൂ, അതായത് റബ്ബറിൻ്റെ ഷൂ ആണ്. ഈ ഒരു ഷൂ നമ്മൾ ഈ ഒരു ട്രിപ്പിന് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും മഞ്ഞുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ മഴ വെള്ളക്കെട്ട് അങ്ങനത്തെ സ്ഥലത്തൊക്കെ എത്തുമ്പോൾ ഇത് വാട്ടർ പ്രൂഫാണ്. മഞ്ഞ് തണുപ്പത്തൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. നല്ലൊരു സാധനമാണ്. 250-300 രൂപയ്ക്ക് നമുക്ക് നോർത്തിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത്. ഞാൻ ഇങ്ങനത്തെ 2 എണ്ണം വാങ്ങിച്ചത്. ഒരെണ്ണം നമ്മുടെ ഡിയോൻ്റെ സൈലൻസറിൽ തട്ടി ഉരുക്കി പോയായിരുന്നു. അപ്പോൾ ഇതും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് മണാലിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന കഴിഞ്ഞ ഒരുപാട് ട്രക്കിങ്ങിനും കാര്യത്തിനൊക്കെ യൂസ് ചെയ്ത ഒരു ഷൂ ആണ്. അതുപോലെ നമ്മൾ സാധാരണ എൻ്റെ അടുത്ത് ഞാൻ മുന്നേ ഉപയോഗിച്ചിരുന്ന ഒരു ഷൂ ആണ്, വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ഒരു റണ്ണിങ് ഷൂ ആണിത്. പക്ഷേ ഇത് ട്രക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. ഇതും ഞാൻ ആദ്യം ട്രിപ്പുകൾക്കൊക്കെ ട്രക്കിങ് കാര്യങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ ഷൂട്ടിട്ടാണ്, ഇതേ സെയിം ഷൂട്ടിട്ടാണ് ഞാൻ കേദാർക്കന്തൊക്കെ ആദ്യമായിട്ട് ട്രക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. ഏകദേശം 1500-1600 രൂപയുള്ളൂ. ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് വൈൽഡ് ക്രാഫ്റ്റിൻ്റെ. അപ്പോൾ ഇത് നമുക്ക് അല്ലാത്ത പർപ്പസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഷൂവും യൂസ് ചെയ്യാം. അത്യാവശ്യം ട്രക്കിങ്ങിനൊക്കെ ഇതിലൂടെ യൂസ് ചെയ്യാം. പിന്നെ നമ്മളിൽ കഴിഞ്ഞ ട്രിപ്പിലുണ്ടായിരുന്ന ആ ഒരു വലിയ ബാഗുണ്ട്, ഒരു 60 ലിറ്ററിൻ്റെ ബാഗാണ്. ആ ബാഗ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ബാഗിൽ നമ്മൾ കാര്യമായിട്ട് ഇപ്രാവശ്യം തുണിയോ സാധനങ്ങളോ ഒന്നും ഇടുന്നില്ല. നമുക്ക് ബോക്സ് ഉണ്ട്. ബോക്സ് ഞാൻ കാണിച്ചു തരാം. ബോക്സിൽ കുറച്ച് വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാഗിനുണ്ടായിരുന്ന ഒരു റെയിൻ കവർ ഉണ്ട്. ആ റെയിൻ കവർ നമുക്ക് മഞ്ഞത്തും മഴയത്തൊക്കെ റെയിൻ കവർ യൂസ് ആയിരുന്നു. പക്ഷേ കുറേ ആക്സിഡൻറ്റ്, കുറേ വട്ടം നമ്മുടെ വണ്ടി മറിഞ്ഞ് റോട്ടിൽ വീണിട്ടൊക്കെ ആ ഒരു റെയിൻ കവർ കീറി പോയായിരുന്നു. അപ്പോൾ വെള്ളം ചോരുന്നു, ബാഗിലേക്ക് വെള്ളം കയറും. കാരണം നമ്മൾ ലാപ്ടോപ്പൊക്കെ ബാഗിലാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിച്ച ഒരു റെയിൻ കവറാണ്. ഇത് ഏകദേശം 70 ലിറ്റർ തൊട്ട് 100 ലിറ്റർ വരെയുള്ള ബാഗുകൾക്ക് പറ്റിയ ഒരു വലിയ റെയിൻ കവറാണ്. അപ്പോൾ ഇത് നമ്മൾ അതും ഇട്ടിട്ട് എന്തായാലും ടൈ ചെയ്ത് കെട്ടി വെക്കും. അപ്പോൾ എന്തായാലും കുറച്ച് വലുത് വാങ്ങിച്ച് നമ്മൾ ബാഗിനകത്ത് നമ്മൾ ബാഗ് ഇപ്പോൾ ഇവിടെ ഇല്ല. ബാഗ് ഞാൻ കുറച്ച് സ്റ്റിച്ചിങ് വർക്ക് ഉള്ളതുകൊണ്ട് ഷോപ്പിൽ കൊടുത്തേക്കുക. ബാഗിൽ നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് സാധനങ്ങൾ, ടെൻറ്റ് സാധനങ്ങളെല്ലാം ബാഗിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഈ പെട്ടിക്കകത്ത് പോകത്തില്ല. പിന്നെ എവിടെയെങ്കിലും നമുക്ക് ട്രക്കിങ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു ബാഗ് എന്തായാലും വേണം. അടുത്തും മഴയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലങ്ങൾ അത് ഞാൻ പറഞ്ഞില്ല ഇതുവരെ, അങ്ങോട്ടും മഴയൊക്കെ ഉണ്ടാവും എന്തായാലും. അപ്പോൾ ഡെക്കാത്തലോണിൽ നിന്ന് തന്നെ വാങ്ങിച്ച് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെയിൻ കോട്ടാട്ടോ. ഇത് ഷർട്ടാണ്, പാൻറ്റ് വാങ്ങിച്ചിട്ടില്ല. അതിനിപ്പോൾ നമ്മൾ ചിലപ്പോൾ വാങ്ങും. മഴ ഇങ്ങനെയൊക്കെ കാഠിന്യമായ മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും
അതിൻ്റെ പാൻറ്റൂടെ വാങ്ങണം. പിന്നെ മെയിനായിട്ട് ഉള്ള ഐറ്റമാണ് നമ്മുടെ പെട്ടി. എൻഫീൽഡിൻ്റെ തന്നെ നമ്മുടെ ഹിമാലയത്തിൽ സെറ്റ് ചെയ്ത് തരുന്ന പെട്ടിയാണ് ഇത്. സിൽവറിൽ ആയിരുന്നു കളറ്, ഇപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ശരിക്കുള്ള കളറ്. പക്ഷേ ഇത് നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് മൊത്തം സ്റ്റിക്കർ വർക്ക് ചെയ്ത് നമ്മൾ ബ്ലാക്ക് ആക്കി. അതുപോലെ നമ്മളിനി പോകാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട് കണ്ടോ. അതായത് നോർത്ത് ഈസ്റ്റ്, നേപ്പാൾ, ഭൂട്ടാൻ, ഇങ്ങനെ 3 സ്ഥലത്തേക്കുള്ള എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതുമേ സ്റ്റിക്കർ വർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു മല കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റൻ്റെയും ലോഗോയും കൊടുത്തിട്ട് കേരളയിൽ നിന്നും പറഞ്ഞ് ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു വർക്ക്? മൊത്തത്തിൽ നമ്മൾ ബ്ലാക്ക് ചെയ്ത് നമ്മൾ പെരിന്തമണ്ണയിൽ നിന്ന് ചെയ്ത കേട്ടോ. പെരിന്തമണ്ണയിൽ ഒരു ഷോപ്പിൽ നിന്ന് ചെയ്തതാണ് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളെല്ലാം. അതുപോലെ ബാക്കിൽ നിന്നുള്ള വ്യൂ ഇതായിരിക്കും. ഇവിടെ നമ്മൾ യൂട്യൂബിൻ്റെ ഒരു ലോഗോയും അതേപോലെ കേരളീയം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ആ ഒരു മലയും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിഫ്ലക്ടറുകൾ ഉണ്ടല്ലേ, ബാക്കിൽ നിന്നുള്ള വ്യൂ ആയതുകൊണ്ട് ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ റിഫ്ലക്ടർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 2 പെട്ടിയും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ബാക്കിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ വരും. ബൈക്കിൻ്റെ ബാക്കിൽ നമ്മൾ ഒരു പെട്ടി എന്നുള്ള വ്യൂ ഇതാണ്. മറ്റൊരു പെട്ടി ഇങ്ങനെ ആയിരിക്കും നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം. കാരണം നമ്മൾ വണ്ടി എന്തെങ്കിലും മറിയോ ഒരയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടിക്ക് വലിയ കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മൊത്തത്തിൽ ബ്ലാക്ക് ചെയ്തിട്ട് ബ്ലാക്ക് മേൽ നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഈ കിടക്കുന്ന സാധനങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ട്രിപ്പിനും കൊണ്ടുപോയതായിരുന്നു. അതായത് ഗോപ്രോ നമുക്ക് ചെസ്റ്റിൽ മൗണ്ട് ചെയ്യാനുള്ള ചെസ്റ്റ് മൗണ്ടാണ്. അതേപോലെ ഇത് ഹെഡിൽ വെക്കാനുള്ള ഹെഡ് സ്ട്രാപ്പ് കാര്യങ്ങളെല്ലാം, ഗോപ്രോ സെറ്റ് ചെയ്യുന്ന സെൽഫി സ്റ്റിക്ക് കാര്യങ്ങൾ, പിന്നെ ഇത് റിസ്റ്റിൽ വെക്കുന്ന കയ്യിൽ സെറ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ട്രിപ്പിൽ നമുക്ക് എന്തായാലും ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ട്രിപ്പിൽ ഇത് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ കഴിഞ്ഞ ട്രിപ്പിൽ ഒരുപാട് ദിവസങ്ങൾ നമ്മൾ ടെൻറ്റിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ടെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്നും നമുക്ക് റൂം എടുക്കാനുള്ള ക്യാഷോ കാര്യങ്ങളോ ഒന്നും ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എഡിറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്ത, അതുപോലെ ട്രെക്കിങ് ചെയ്യുമ്പോൾ മാക്സിമം പറ്റുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ ക്യാമ്പിങ് ചെയ്യും. അത് നമുക്ക് നമ്മുടെ എക്സ്പെൻസ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചത് ഡെക്കാത്തലോണിൻ്റെ ടെൻ്റ് ആയിരുന്നു, 2 പേഴ്സൺ ടെൻറ്റ്. എപ്പോഴും നമ്മൾ 2 പേരെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ തന്നെ. അപ്പോൾ ആ ഒരു ടെൻറ്റ് നമ്മൾ അവസാനം ലഡാക്ക് ട്രിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കുക്കിങ് കാര്യങ്ങളെല്ലാം ടെൻറ്റിൻ്റെ അകത്തൊക്കെ വെച്ച് ചെയ്ത് ടെൻറ്റിൽ പല ഓട്ടയൊക്കെ വീണു, കുറേ സ്ഥലങ്ങൾ കരിഞ്ഞു പോയി. ടെൻറ്റ് പിന്നെ മൊത്തത്തിൽ പഴകിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെൻറ്റ് മണാലിയിൽ വിശാലിൻ്റെ അവിടെ ബെബോയ്ക്ക് കൊടുത്തിട്ടാണ് വന്നത്. അവർക്ക് എന്തെങ്കിലും അത് വെച്ചിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെ ക്യാമ്പിങ് ആ ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിലൊക്കെ ആ ടെൻറ്റ് യൂസ് ചെയ്യാം. പുറത്ത് മഞ്ഞിലൊന്നും പറ്റുന്നുണ്ടാവില്ല, കാരണം അടികൂടൊക്കെ നല്ല രീതിയിൽ തണുപ്പ് കയറും. കുറേ ഭാഗം ഓട്ടം വന്നിട്ട് അല്ലെങ്കിൽ ഇത് റീവർക്ക് ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടെൻറ്റ് അവിടെ അവർക്ക് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഡെക്കാത്തലോണിൽ നിന്ന് തന്നെ പുതിയ ഒരു ടെൻറ്റ്, അതായത് 2 പേഴ്സൺ ടെൻറ്റ് തന്നെ ഈ ടെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതും അതേ സെയിം ടെൻറ്റാണ്, പക്ഷേ കളറ് കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. 2020 മോഡലാണ്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന 2019-18 ആ ഒരു ടൈമിലുണ്ടായിരുന്നത് പച്ച ടെൻറ്റ്. പക്ഷെ ഇപ്പോൾ ഇതാണ് കളറ്. നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻറ്റിനേക്കാളും ഒന്നുകൂടെ സൗകര്യങ്ങൾ ഉള്ള, നമുക്ക് ഷൂ കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ വെക്കാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് സൗകര്യമുള്ള കുറച്ചുകൂടെ ഒരു നല്ല മോഡൽ ടെൻറ്റ്. നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാട്ടോ. മറ്റേത് നമുക്ക് ചുരുട്ടി നമ്മുടെ കവറിനകത്ത് കയറ്റുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ആ ഒരു കുറവുകളെല്ലാം മാറ്റിയിട്ടാണ് അവർ ഈ ഒരു ടെൻറ്റ് ഈ ഒരു മോഡലിൽ ഇറക്കിയത്. ടെൻറ്റിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് നല്ല ടെൻറ്റ് കിട്ടുക കാര്യങ്ങൾ. ഇതിന് 2000 രൂപയുള്ള 2 പേഴ്സൺ ടെൻറ്റിന് ഇത് വാങ്ങുന്നതാണ് ഏറ്റവും നല്ല. ഡെക്കാത്തലോൺ നമുക്ക് കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളത്തൊക്കെ ഡെക്കാത്തലോൺ ഷോപ്പുകളുണ്ട്. അവിടെ നിന്ന് വാങ്ങുന്നതാണ് ഏറ്റവും നല്ല. ഓൺലൈനിൽ നിങ്ങൾക്ക് 1000, 1200, 1300 രൂപയ്ക്കൊക്കെ ഓരോ ടെൻറ്റ് കിട്ടും. പക്ഷേ അതൊന്നും വാട്ടർ പ്രൂഫ് ആവില്ല. അതിന് നല്ലത് ഈ സാധനം 2000 രൂപ കൊടുത്ത് വാങ്ങുന്നതാണ് ശരിക്കും യൂസ്ഫുള്ളാണ്. പിന്നെ കഴിഞ്ഞ ട്രിപ്പിൽ ഉപയോഗിച്ച് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് അതേപോലെ തന്നെ നമ്മൾ ഈ ട്രിപ്പിനും കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിച്ച 1300 രൂപേൻ്റെ ഒരു സ്ലീപ്പിംഗ് ബാഗാണ്. ഇത് ശരിക്കും അവിടുത്തെ തണുപ്പിനൊന്നും അത്ര പോരാ എങ്കിലും നമ്മൾ ഇത് യൂസ് ചെയ്ത് ഏകദേശം 5 ഡിഗ്രി വരെ ഉള്ള 5 to 10 ഡിഗ്രിയാണ് ഈ ഒരു സ്ലീപ്പിംഗ് ബാഗിൻ്റെ യൂസ്. പക്ഷേ ഇത് നമ്മൾ മൈനസിൽ വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലീപ്പിംഗ് ബാഗിനാണ് ഞാൻ ഈ ഒരു ട്രിപ്പിനും കൊണ്ടുപോകുന്നത്. പിന്നെ അതേ മാറ്റ് നമ്മൾ കഴിഞ്ഞ ട്രിപ്പിൽ ഉപയോഗിച്ച സെയിം മാറ്റാണ്. നമ്മളിത് അവിടുന്ന് ജോയിസ്മട്ടിൽ വെച്ച് ഉത്തരാഖണ്ഡിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. നമ്മൾ അതിന് മുന്നേ ഒന്നും ക്യാമ്പിങ് ചെയ്തില്ലായിരുന്നു. ഇതിലിത് ഒറ്റ പ്രശ്നമുള്ള നമ്മുടെ ഭൃഗുവിൻ്റെ കുറേ എന്താ പറയുക ഓർമ്മകൾ ഇതിൽ നല്ലപോലെ ഉണ്ട്. ഭൃഗുവിനെ കൊണ്ട് നമ്മൾ ലഡാക്ക് ട്രിപ്പ് പോയപ്പോൾ മാന്തി പറിച്ചാണ് ഇതെല്ലാം. ഇതിൻ്റെ അകത്തും ഒരുപാടുണ്ട് ഭൃഗു മാന്തി പറിച്ചത്. പക്ഷേ വേറെ കുഴപ്പമൊന്നും ഈ മാറ്റില്ല. ഇത് ശരിക്കും അടിപൊളിയാണ്. നമ്മൾ തണുപ്പുള്ളിടത്ത് നിന്ന് കഴിഞ്ഞാൽ ടെൻറ്റിൻ്റെ അകത്ത് സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് കിടന്നിട്ട് കാര്യമില്ല. മാറ്റ് വേണം. മാറ്റില്ലെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് നല്ല രീതിയിൽ തണുപ്പ് കയറുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ മാറ്റാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇത് ഒറ്റ പ്രശ്നമുള്ളത്, ഇത് കൊണ്ടു നടക്കാൻ കുറച്ച് പാടാണ്. ഇത് ഭയങ്കര വലുതാണ്. ഇതങ്ങനെ ചുറ്റി കൂട്ടി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നമ്മളെന്തായാലും വണ്ടിയിൽ ബാഗിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ ഇത്ര നാൾ കൊണ്ടുനടന്ന പോലെ ബാഗിൻ്റെ സൈഡിൽ തന്നെ വെച്ച് ബാഗ് കെട്ടി വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്.
ചെയ്യുന്നത്. ബാഗിൻ്റെ അകത്തൊന്നും പോകത്തില്ല, ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ടെൻറ്റിൻ്റെ അകത്ത് ഉപയോഗിച്ചിരുന്ന ഡെക്കാത്തലോണിൽ തന്നെ കഴിഞ്ഞ ട്രിപ്പിന് പോകുന്നതിന് മുന്നേ വാങ്ങിച്ച ലൈറ്റാണ്. ഇതിപ്പോഴും വർക്കിംഗ് ആണ്, കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ലൈറ്റാട്ടോ. പിന്നെ തൽക്കാലത്തേക്ക് നമ്മൾ ഒരു സാധാരണ ഒരു റൈഡിങ് ഗ്ലൗ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേ നമ്മളത് കാര്യമായിട്ട് യൂസ് ഉള്ളൂ. തണുപ്പുള്ള സ്ഥലത്ത് നമ്മൾ കാര്യമായിട്ട് വലിയ റൈഡിംഗ് ഒന്നും ചെയ്തില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വണ്ടി കയറ്റി കൊണ്ടുപോയിരുന്നു ഡൽഹിയിലേക്ക്. ഇപ്രാവശ്യം നമ്മൾ വണ്ടി ഇവിടുന്ന് ഓടിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ആവശ്യത്തിനാണ് ഒരു ഗ്ലൗ നമ്മൾ വാങ്ങിച്ചത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ഗ്ലൗ ഒന്നും ഉപയോഗിക്കത്തില്ല, നല്ല വാർമിംഗ് ആയിട്ടുള്ള ഗ്ലൗകളായിരിക്കും യൂസ് ചെയ്യുക. പിന്നെ വണ്ടിയിൽ ഫോൺ വെക്കാനുള്ള സൗകര്യം വെച്ചോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മളത് സെറ്റ് ചെയ്തിട്ടില്ല, കാരണം ചാർജിങ്ങിനുള്ളൊരു സൗകര്യം നമ്മൾ എന്തായാലും ചെയ്യും. ഈ ഒരു സാധനമുണ്ട്, നമ്മൾ കഴിഞ്ഞ ഡിയോക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ട്രിപ്പിൽ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് നമുക്ക് സൈക്കിളിലും ബൈക്കിലും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഊരി വെക്കാം, സ്ഥിരമായിട്ട് ബൈക്കിൽ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്നത്. നമുക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം യൂസ് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ ബൈക്കിൽ പിന്നെ വേറൊരു ഓപ്ഷനുണ്ട്, ട്രിപ്പർ നാവിഗേഷൻ എന്ന് പറഞ്ഞ മീറ്ററിൽ ഒരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ യൂസ് ചെയ്ത് പഠിക്കണം. ഞാൻ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നോക്കി, അതിനകത്ത് നമുക്ക് മാപ്പിൽ സംഭവങ്ങളൊക്കെ കാണിച്ചു തരും. പക്ഷെ അത് കറക്റ്റ് യൂസ് ചെയ്ത് പഠിച്ച് വരണേ കുറച്ച് ടൈം എടുക്കും. അത് എത്രമാത്രം ഉറപ്പുള്ള കാര്യമാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല, എന്നാലും നോക്കാം നമുക്ക്. ഇനി അത്യാവശ്യം നമുക്ക് മാപ്പ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ബാഗുണ്ട്, ബാഗിൻ്റെ മുകളിൽ വെച്ചാലും മതി. അപ്പോൾ എന്തായാലും ഇതും നമ്മൾ ഈ ട്രിപ്പിന് കൊണ്ടുപോകുന്നുണ്ട്, ആവശ്യം വന്നാൽ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ നമ്മുടെ ഒരു കഴിഞ്ഞ ട്രിപ്പിന് വാങ്ങിച്ച ഒരു റെയിൻ കോട്ടാട്ടോ ട്രക്കിങ്ങിനുള്ളത്. നമ്മളത് ധർമ്മശാലയിൽ വെച്ചിട്ട് ധർമ്മക്കോട്ടി വെച്ചിട്ട് ട്രിക്കിന് വാങ്ങിച്ചാണ്. എനിക്ക് മാക്കിനോട് ഓരോന്ന് വാങ്ങിച്ചായിരുന്നു, അതിൽ ഒന്നേ യൂസ് ചെയ്യുള്ളൂ, ഒന്ന് ഇപ്പോഴും പൊട്ടിക്കാതിരിപ്പുണ്ട്. അപ്പം ഇതും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, ആവശ്യം വന്നാൽ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹിമാലയത്തിൽ നല്ല റൈഡിങ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു റൈഡിങ് ജാക്കറ്റെങ്കിലും വേണം. അപ്പോൾ ഇതേ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ അത്യാവശ്യം വിലയൊക്കെയുള്ളൊരു ജാക്കറ്റാണ്. അത്യാവശ്യം സേഫ്റ്റി സംഭവങ്ങളെല്ലാം ഉള്ളതാണ്, വാട്ടർ പ്രൂഫാണ്. അതേപോലെ ഇതിനകത്ത് വിൻ്ററിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയ ജാക്കറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ജാക്കറ്റിനെ പറ്റിയൊന്നും കൃത്യമായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല, നമ്മളിത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ സ്മോൾ സൈസാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മുടെ നാളെ തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് ട്രിപ്പ് ഇറങ്ങാൻ പോകുന്നത്. നമ്മൾ വേറെ പ്രത്യേകിച്ച് പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. വീട്ടിൽ നിന്ന് ജസ്റ്റ് വണ്ടി എടുക്കുക, നേരെ നമ്മൾ ബാംഗ്ലൂർക്ക്. ഇവിടുന്ന് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ്, എൻ്റെ വീട്ടിലാണുള്ളത്, എടക്കരയാണ്. ഇവിടുന്ന് ഏകദേശം 300-320 കിലോമീറ്ററാണ് ബാംഗ്ലൂർക്കുള്ള. ഒരു 7 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് നാളെ രാവിലെ ഒരു 8 മണി 9 മണിക്കുള്ളിൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. നമുക്കൊരു 7 മണിക്കൂറും കൊണ്ട് നാളെ വൈകുന്നേരം ആകുമ്പോൾ ബാംഗ്ലൂർ എത്താൻ പറ്റും. ഇവിടുന്ന് നേരെ ഗൂഡല്ലൂരിൽ നിന്ന് മുതുമല ബന്ദിപ്പൂർ വഴി ഗുണ്ടൽപേട്ട് മൈസൂർ ബാംഗ്ലൂർ, അതാണ് നമ്മൾ പോകുന്ന റൂട്ട്. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ആദ്യത്തെ റൂട്ടാട്ടോ അത്. അത്യാവശ്യം ലോങ് റൈഡാണ്. നമ്മൾ നമ്മുടെ വണ്ടിയിലാണ് പോവുക, അപ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നാളത്തെ ആ വീഡിയോ എന്തായാലും മറക്കാണ്ട് കാണണം. ബാംഗ്ലൂർ എത്തിയിട്ട് ബാംഗ്ലൂർ കുറച്ച് പരിപാടികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. മാക്ക് എവിടെയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടാവും. മാക്കിനെയൊക്കെ അടുത്ത വീഡിയോകളിൽ കാണാൻ പറ്റും. മാക്ക് നമ്മളൊപ്പം ജോയിൻ ചെയ്യും, അതിൻ്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പം നിങ്ങൾ കണ്ട സാധനങ്ങൾ എല്ലാം ഇവിടെ വീണ്ടും സിറ്റോളിൽ ഇങ്ങനെ ഇപ്പോൾ വലിച്ചുവാരി കിടക്കുകയാണ്. തുണി, ഷൂ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളിത് പെട്ടിക്കകത്ത് സെറ്റ് ചെയ്യും. പെട്ടി 100% വാട്ടർ പ്രൂഫ് ഒന്നുമല്ല. അവർ വാങ്ങുമ്പോൾ പറഞ്ഞിരുന്നു അത്ര വാട്ടർ പ്രൂഫ് ആണെന്നും വലിയ ഉറപ്പൊന്നുമില്ല. നല്ല മഴയത്തൊക്കെ വണ്ടി ഓടിച്ച് പെട്ടി വെച്ചിട്ട് വണ്ടി ഓടിച്ച് ഈ പനിയ ബോക്സിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊക്കെ വെള്ളം കയറുന്നുണ്ട്, കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നനയുന്ന സാധനങ്ങളൊന്നും പെട്ടിക്കകത്ത് അങ്ങനെ വിശ്വസിച്ച് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ തുണി സാധനങ്ങളെല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് പൊതിഞ്ഞിട്ടായിരിക്കും പെട്ടിക്കകത്ത്. ശരിക്കും പറഞ്ഞാൽ പനീർ ബോക്സിൻ്റെ ഉള്ളിൽ പനീർ ബാഗുണ്ട്, ആ ബാഗിൻ്റെ ഉള്ളിലാണ് സാധനങ്ങൾ വെക്കേണ്ടത്. പക്ഷേ ബോക്സും ബാഗും എല്ലാം കൂടെ ഒന്നും നമുക്ക് ബഡ്ജറ്റിൽ താങ്ങില്ല. അതുകൊണ്ടാണ് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ക്യാമറ സാധനങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ പോലെ ടാങ്ക് ബാഗിലിടും. പിന്നെ സ്ലീപ്പിംഗ് ബാഗ്, ടെൻറ്റ്, ഇതുപോലത്തെ സാധനങ്ങളെല്ലാം നമ്മൾ ആ ബാഗിൽ സെറ്റ് ചെയ്ത് നമ്മൾ വണ്ടീൻ്റെ ബാക്കിൽ ടൈ ചെയ്ത് വെക്കും. എന്തായാലും നാളെ രാവിലെ എല്ലാ സെറ്റപ്പും സെറ്റ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ട്രിപ്പിന് തയ്യാറെടുത്ത് ഫുൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതേ മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ ഞാൻ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ക്യാമറ വെച്ചത് നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഈ മോട്ടോ വ്ളോഗിങ് കാര്യങ്ങൾ. ഇതാണ് ഇതിനുള്ളിൽ നമ്മൾ പുതിയ ഒരു മൈക്ക് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ആ മൈക്കിൻ്റെ അതേ ഈ സാധനം സെയിം സാധനമാണ്. പക്ഷേ ഇതിനുള്ളിൽ ഇതിൻ്റെ പാഡെല്ലാം ഇളക്കിയിട്ട് ഇതിനകത്ത് നമ്മൾ പുതിയൊരു ലേപ്പൽ മൈക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും നമ്മുടെ ഇനിയും വണ്ടി ഓടിക്കുമ്പോഴുള്ള റൈഡിങ് വീഡിയോസ് എല്ലാം ഇതിനകത്തായിരിക്കും എടുക്കുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് 2 ക്യാമറ ആയിട്ടുണ്ട്, മൊത്തം 2 ക്യാമറ ഒരു ഡ്രോണുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം. ബാംഗ്ലൂർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാംഗ്ലൂർ വെച്ച് കാണാം. ഞാൻ ബാംഗ്ലൂർ ഉണ്ടാവും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും ഞാൻ ബാംഗ്ലൂർ ഉണ്ടാവും. ബാംഗ്ലൂർ നമുക്ക് കുറച്ച് വണ്ടിക്കൊക്കെ കുറച്ച് പരിപാടികളൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഫോട്ടോസ് കാര്യങ്ങൾ ലൈവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ
ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടും ഫോട്ടോസായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഫോളോ ചെയ്യുക. ഇൻസ്റ്റേൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വീഡിയോസ് എല്ലാം ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. എല്ലാ അതിൻ്റെയും ലിങ്ക് നമ്മൾ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 1.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ അടുത്ത യാത്ര തുടങ്ങുകയാണ്. എല്ലാവരും വീഡിയോ ഒക്കെ മുടങ്ങാതെ കാണുക. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.